മഹാകഷ്ടമെന്നാൽ എന്താണ്? ബൈബിൾ നൽകുന്ന ഉത്തരമെന്താണെന്ന് നോക്കാം. മാനവരാശി ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രയാസകരമായ സമയമാണ് മഹാകഷ്ടത്തിൽ വരാൻ പോകുന്നത്. ബൈബിൾ പ്രവചനമനുസരിച്ച് അത് സംഭവിക്കുന്നത് അന്ത്യകാലത്ത് അല്ലെങ്കിൽ അവസാന ദിവസത്തിലായിരിക്കും. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതുമുതൽ അന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും മേലാൽ സംഭവിക്കുകയില്ലാത്തതുമായ കഷ്ടമായിരിക്കും അത്. ദാനിയേൽ 12:1, മത്തായി 24:21-22. മഹാകഷ്ടത്തിന്റെ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ. വ്യാജമതങ്ങൾ നശിപ്പിക്കപ്പെടും. അതിശയിപ്പിക്കുന്ന വേഗതയിൽ വ്യാജമതങ്ങൾ നശിപ്പിക്കപ്പെടും. ഐക്യരാഷ്ട്ര സംഘടനയാൽ പ്രതിനിധീകരിക്കപ്പെടുന്ന രാഷ്ട്രീയ ശക്തികളാണ് ഈ ദൈവേഷ്ടം നടപ്പാക്കുന്നത്. വെളിപാട് 17:3, 15, 18. സത്യമതം ആക്രമിക്കപ്പെടും. യഹസ്കേലിന്റെ ദർശനത്തിൽ മാഗോഗ് ദേശത്തിലെ ഗോഗ് എന്നു പറഞ്ഞിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടം സത്യമതമാചരിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ദൈവം തന്റെ ആരാധകരെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കും. യഹസ്കേൽ 38:1, 2, 9-12 വരെയുള്ള വാക്യങ്ങൾ. ഭൂവാസികളെ ന്യായം വിധിക്കും. യേശു എല്ലാ മനുഷ്യരെയും ന്യായം വിധിക്കും. യേശു അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിക്കും. സ്വർഗ്ഗത്തിൽ യേശുവിനോടൊപ്പം ഭരിക്കാനിരിക്കുന്ന യേശുവിന്റെ സഹോദരന്മാരെ പിന്തുണച്ചോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയും ന്യായം വിധിക്കുന്നത്. മത്തായി 25:34, 46. ദൈവരാജ്യ ഭരണാധികാരികളെ കൂട്ടിച്ചേർക്കും. ക്രിസ്തുവിനോടൊപ്പം ഭരിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തരുടെ ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയും സ്വർഗീയ ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. മത്തായി 24:31, 1 കൊരിന്ത്യർ 50:53. അർമഗദ്ദോൺ. സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധമായ ഇതിനെ യഹോവയുടെ ദിവസമെന്നും വിളിച്ചിരിക്കുന്നു. ക്രിസ്തു പ്രതികൂലമായി ന്യായം വിധിക്കുന്നവർ നശിപ്പിക്കപ്പെടും. 7 തലയുള്ള കാട്ടുമൃഗമായി ബൈബിൾ വരച്ചുകാട്ടിയിരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നശിപ്പിക്കുന്നതും ഇതിൽപ്പെടും. വെളിപാട് 19:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ.